എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം ദേശീയ ഗീതത്തെ പറ്റിയാണല്ലോ എല്ലായിടത്തും ചർച്ച. ഇന്നലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന പരിപാടി ആരംഭിച്ചത് വന്ദേ മാതര ഗീതം പൂർണ്ണമായി ആലപിച്ചുകൊണ്ടാണ്. ആ ചടങ്ങിൽ സാക്ഷിയാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. പക്ഷേ കോൺഗ്രസിൻ്റെ ദില്ലി ആസ്ഥാനത്തിൽ നിന്ന് വാർത്ത സങ്കടപ്പെടുത്തുന്നതാണ്. അവിടെ കുട്ടികൾ ദേശസ്നേഹ ഗീതം പൂർണ്ണമായി ചൊല്ലി. പക്ഷെ അത് തടയാൻ സോണിയാഗാന്ധി ശ്രമിച്ചു, രാഹുൽ ഗാന്ധി വെപ്രാളപ്പെട്ടു. ഇതൊക്കെയാണ് വൈറലായിട്ടുള്ള ന്യൂസ്. ഇങ്ങ് കേരളത്തിലെ വി.ഡി. സതീശൻ ദേശദ്രോഹ നിലപാടാണ് സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും. വന്ദേ മാതരം തന്നെ പാടിയില്ല എന്നാണ് വാർത്ത. എന്നാൽ കർണാടകത്തിൽ, അതുപോലെ തന്നെ തെലങ്കാനയിലൊക്കെ പൂർണ്ണമായി ചൊല്ലി. ഇവിടെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ സംസാരിക്കുന്നത് കേട്ടാൽ മുഹമ്മദ് അലി ജിന്നയുടെ ഭാഷയിലാണ്. നമുക്കറിയാം, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പാട്ടാൻ സൈനി ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാർ അദ്ദേഹത്തിനൊപ്പം വന്ദേമാതര ഗാനം പൂർണ്ണമായി പാടിക്കൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിലെ പല ചടങ്ങുകളിലും പങ്കെടുക്കുക എന്ന് സാമൂഹ്യ പാഠം പഠിപ്പിച്ച അധ്യാപകർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ മനഃപ്പാഠമായിരുന്നു മൗലാന അബുൽ കലാം ആസാദിന്. അദ്ദേഹം ഈ ഗാനത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു. ബംഗാൾ വിഭജനം ഒരുപക്ഷെ ബ്രിട്ടീഷുകാരെ കിടുകിട ഉറപ്പിച്ച് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ തക്ബീർ ധ്വനികളായിരുന്നു ഈ ഗാനം. ഇപ്പോൾ അതിൽ ചില ചരണങ്ങൾ മുസ്ലിങ്ങൾക്ക് പാടാൻ പറ്റില്ല. അത് വിശ്വാസത്തിനെതിരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച. ദുർഗയെക്കുറിച്ച്, ലക്ഷ്മിയെക്കുറിച്ച്, സരസ്വതിയെക്കുറിച്ച് അതിൽ പാടുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ മുസ്ലിം മതവിശ്വാസത്തിൻ്റെ വീക്ഷണത്തിൽ തന്നെ നോക്കിയാൽ ഇതിൽ കഥയില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണം ഈമാൻ കാര്യം 6 എണ്ണമാണ്. അതിലൊന്ന് മലക്കുകളെയും അംബിയാ മുർസലീങ്ങളെയും വിശ്വസിക്കുക. എന്താ അതിൻ്റെ അർത്ഥം? ഇതുവരെ ഉള്ള എല്ലാ പ്രവാചകന്മാരെയും ഗുരുക്കന്മാരെയും വിശ്വസിക്കുക എന്നുള്ളതാണ് അതിലെ പൊരുൾ. അങ്ങനെയാണെങ്കിൽ ദുർഗയും സരസ്വതിയും അതുപോലെ ലക്ഷ്മിയും വിദ്യയുടെ ഐശ്വര്യത്തിൻ്റെ ഈ മലാഖകളെ ബഹുമാനിച്ചാൽ എന്താണ് തെറ്റ് എന്ന് എൻ്റെ മനസ്സ് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ജിഫ്രി തങ്ങളെപ്പോലുള്ള പണ്ഡിതന്മാർ പുതിയ ഫത്വ ഇറക്കി ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ. എല്ലാവരും പറയും മുസ്ലിങ്ങൾ മാറാത്ത ഒരു മതമാണ്. അല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് ഫോട്ടോ എടുക്കൽ ഹറാമായിരുന്നു, നൃത്തം ഹറാമായിരുന്നു, പാട്ട് ഹറാമായിരുന്നു, വാദ്യോപകരണങ്ങൾ ഹറാമായിരുന്നു. അതിൻ്റെയൊക്കെ ആകത്തുക സിനിമയുടെ ഏറ്റവും വലിയ വക്താക്കളും പ്രയോക്താക്കളുമാണ്. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ. യുവതലമുറ അതിൻ്റെ അഡിക്റ്റാണ്. ഇന്ന് സിനിമ ഹറാമാണെന്ന് ഒരു എന്ന് തിരുത്തി പറയുന്ന ഒരു സമുദായത്തെ അതുകൊണ്ട് മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് കുടുസായ ചിന്താഗതിയുടെ പേരിൽ ഒരു ദേശീയ വികാരത്തിൻ്റെ പ്രശ്നത്തെ പോലും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത്. എന്നാക്കാൻ അതൊക്കെ തെറ്റാണ്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ദേശീയ മാറുന്നതുകൊണ്ട് ഈ ഗാനം പൂർണ്ണമായി പാടുന്നത് മതവിശ്വാസത്തിന് പോലും തെറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം.